അറിവിന്റെ ലോകത്ത് അക്ഷരങ്ങളെ അഗ്നിച്ചിറകുള്ളതാക്കി മാറ്റിയ ഗുരുനാഥന്മാർ. വർഗീസ് ചാക്കോയുടെയും ആൻസി വർഗീസിന്റെയും മകൾ ഷാരോൺ വർഗീസ് തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നും MBBS പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായ ആഹ്ലാദത്തുമർവിലാണ് വീട്ടുകാരും ചെറുപുഴ നാട്ടുകാരും. പഠനത്തിൽ ഒട്ടും പിന്നിലല്ലാതെ ഷാരോൺ വർഗീസിന്റെ ഇളയ അനുജത്തി കമ്പല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2-ന് 1200-ൽ 1198 മാർക്കോടെയും 2024 മാർച്ചിൽ നടന്ന പരീക്ഷയിൽ വിജയകിരീടം അണിഞ്ഞിരുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. നമ്മുടെ നമസ്കാരം. ഞങ്ങൾ A1 വാർത്താ ചാനലിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ചാനലിൽ നമുക്ക് ചുറ്റും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. നമ്മുടെ നാട്ടിലെ പല രീതിയിലുള്ള വ്യത്യസ്തങ്ങളായുള്ള ആളുകളെ ഈ ചാനലിലൂടെ ഞങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ മോള് MBBS പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായ വിവരം ഞങ്ങൾ അറിഞ്ഞു. മോളുടെ വിജയത്തിന് എല്ലാ നന്മകളും ആശംസകളും ഞങ്ങൾ നേരുകയാണ്. മോളുടെ പേര്? എൻ്റെ പേര് ഷാരോൺ വർഗീസ്. ഞാൻ ഇവിടെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് ഞാൻ ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ അമലയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി, തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിൽ. അവിടെ ഇപ്പം MBBS അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ റിസൾട്ട് വന്നു. റിസൾട്ട് നന്നായി, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സന്തോഷമായി. ഒരുപാട് കഷ്ടപ്പെട്ടു. ഇത് പിന്നെ നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെ വെച്ചായിരുന്നു? ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചത് ചെറുപുഴ JMP സ്കൂളിലാണ്. അതിനുശേഷം എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കാക്കേഞ്ചാൽ സെന്റ് മേരീസ് ഹൈസ്കൂളിലായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ +1 +2 വിദ്യാഭ്യാസം ചിറ്റാരിക്കാൽ തോമാപുരം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അതിനുശേഷം റിപ്പീറ്റ് ആയിരുന്നു. ഭാവിയിൽ എന്താണ് പിന്നെ കുറച്ചുകൂടെ പഠിച്ച് മറ്റെന്തെങ്കിലും മേഖലയിലേക്ക് എത്തണമെന്നുള്ള ഉദ്ദേശമുണ്ട്? PG എടുക്കുന്നുണ്ടോ? PG എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിപ്പം ഒരു ചെറിയ സ്റ്റെപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിൻ്റെ ഇത് കഴിഞ്ഞു. ഇനിയിപ്പം ഹൗസ് സർജൻസി ഉണ്ട്. ഒരു വർഷം അത് ഉണ്ടാവും. അതിനുശേഷം എന്താണ് ഉദ്ദേശിക്കുന്നത്? പുറത്തേക്ക് പോകണമെന്നാണ്? അറിയില്ല. എന്നാലും മനസ്സിൻ്റെ ആഗ്രഹമില്ല എനിക്ക് പുറത്ത് പോകണം, ചെയ്യണമെന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യണം, നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സേവിക്കണം. ആദ്യം PG ആയിരുന്നു ചെയ്യണമെന്നുണ്ട്. ഇല്ലെങ്കിൽ അല്ലാതെ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിൽ അച്ഛൻ, അമ്മ, ചാച്ചൻ, അനിയത്തി, ഞാൻ. ഞങ്ങൾ 5 പേരാണ്. 5 പേര്. 2 മക്കൾ? ഞങ്ങൾ 2 മക്കളാണ്. മോളുടെ മൂത്തവണോ ഏതാണോ? എനിക്ക് അനിയത്തിയാണുള്ളത്. അവളിപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ +2-ൽ 1298 മാർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, വളരെ സന്തോഷമാണ് കേൾക്കുമ്പോൾ. വീട്ടിൽ രണ്ടാളും നല്ലോണം വിദ്യാഭ്യാസം ചെയ്യുന്നവരാണ്, നന്നായിട്ട് പഠിക്കുന്നവരാണ്. കമ്പല്ലൂർ സ്കൂളിലായിരുന്നു അനിയത്തി പഠിച്ചത്. കമ്പല്ലൂർ സ്കൂളിൽ അവിടെ പിന്നെ 1200-ൽ 1198 മാർക്ക് അങ്ങനെ പഠിച്ചത് അനിയത്തി കിട്ടി അല്ലേ? ഓക്കെ, സ്കൂളിന് തന്നെ അഭിമാനമാണ്. നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന് അഭിമാനമാണ്. നമ്മുടെ നാട്ടിൽ 4ഓളം ആളുകൾ MBBS പരീക്ഷ, ഈ വർഷത്തെ MBBS പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിക്കൊണ്ട് നമ്മുടെ ചെറുപുഴ നാടിന് അഭിമാനമായി തിളക്കം തന്നിട്ടുണ്ട്. അതിൽ എല്ലാ നാട്ടുകാരെ പോലെ ഞങ്ങളും സന്തോഷിക്കുന്നുണ്ട്. വീട്ടിൽ ചാച്ചൻ എന്താണ് വർക്ക് ചെയ്യുന്നത്? അച്ഛൻ മാഷാണ്. അച്ഛൻ കണ്ണൂർ സെന്റ് മൈക്കിൾസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ ടീച്ചറായിരുന്നു. അമ്മ പക്ഷെ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല, കല്യാണത്തിന് നിർത്തിയതാണ്. അങ്ങനെ 2 അധ്യാപകരുടെ മക്കളാണ്. അപ്പൊ പഠിച്ചതിലും മോശമാണ്. പിന്നെ വീട്ടില് അച്ഛൻ്റെ അച്ഛൻ ചാച്ചനുണ്ട്. പിന്നെ പഴയ കുടിയേറ്റ കർഷകനാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയവരാണ്. അങ്ങനെ ചാച്ചൻ്റെ എല്ലാവരുടെ സന്തോഷത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മോള് ചെറുപ്പം മുതൽ തന്നെ ഡോക്ടർ ആകണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നില്ല. പക്ഷേ പതിയെ ഹൈസ്കൂളൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും ഭാവിയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയപ്പോൾ ഞാൻ പതിയെ ഇത്രയൊന്നും എത്തുമെന്ന് വിചാരിച്ചില്ല. അന്ന് ഞാനൊരു രസത്തിന് ആദ്യത്തെ എക്സാം എഴുതി നോക്കിയതാണ്. അപ്പം അതിൽ കുറച്ച് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് കുറച്ചും കൂടെ പഠിച്ചാൽ ഇനിയും നല്ല മാർക്ക് പിടിക്കാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ബ്രില്യൻറ്റിലേക്ക് പോകുന്നത്. അവിടുന്ന് 1 വർഷം ഞാൻ പഠിച്ച് റിപ്പീറ്റ് ചെയ്തു. മോശമില്ലാത്ത മാർക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ എനിക്ക് കേരളത്തിൽ തന്നെ വളരെ നല്ല കോളേജുകളിലൊന്നാണ്. വീട്ടിലെല്ലാവരും നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണോ? ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞപ്പോൾ അച്ഛനമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. അവര് അങ്ങനെ തന്നെ പോവാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ഇതിലായിരുന്നു. ഞാൻ ഈ പുറത്തു പോകുന്ന കാര്യം ചോദിച്ചപ്പം കുട്ടികൾ നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്നത് കുറച്ച് വിദ്യാഭ്യാസമായി അല്ലെങ്കിൽ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ
അവർ വിദൂര ദേശങ്ങളിലേക്ക് എന്ന് വെച്ചാൽ ഗൾഫ് നാടുകളിലേക്ക് ഇവിടുന്ന് ചേക്കേറുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെയൊക്കെ ഇട്ടെറിഞ്ഞു പോകുന്നൊരു നിമിഷമാണ് നമുക്കവിടെ സംജാതമായി വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തൊക്കെ പേരുകെട്ട സംസ്ഥാനം കേരളം തന്നെയാണ്. അപ്പോൾ കേരളത്തിലുള്ള ഇതുപോലുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പം ആരും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരും. ഇപ്പം തന്നെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാവും, പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളിലുള്ള ഡോക്ടർമാരാണ് ഇവിടെ ഉള്ളത്. ആന്ധ്രാപ്രദേശുകാരും അതുപോലുള്ള സ്റ്റേറ്റിലുള്ള ആളുകളാണുള്ളത്. അപ്പോൾ അതിനൊരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള ആളുകൾ പഠിച്ച് വിജയിച്ച് കഴിഞ്ഞ് നമ്മുടെ നാടുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ സേവിക്കുക. അതാണ് ആഗ്രഹം. എനിക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഓ തീർച്ചയായും, അതൊക്കെയാണ് ആഗ്രഹം. പിന്നെ കഴിവുകളുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവസരങ്ങൾ അതനുസരിച്ച് കുറയുന്നു. അതാണ് ഇങ്ങനെ എല്ലാവരും പുറത്ത് പോകുന്നതിൻ്റെ ഒരു കാരണം. നല്ല ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ്. നല്ല ഒരുപാട് ജോബ് എക്സേഷനൊക്കെ ഉണ്ട്. നമ്മുടെ പ്രൈവറ്റ് ലൈഫ് അതിനെ നമ്മൾ ഒരുമാതിരി മാറ്റി വെച്ചാണ് ഇതിലേക്ക് ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആൾക്കാർ പുറത്തേക്ക് പോകുന്നത്. പക്ഷേ എനിക്ക് നാട്ടിൽ നിൽക്കാനാണ് താല്പര്യം. പിന്നെ നമുക്കറിയില്ല ഭാവി എന്താ. ഒരു മാരേജ് ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഹസ്ബൻഡൊക്കെ വിദേശത്താണെങ്കിൽ പിന്നെ നമുക്ക് പോകാതിരിക്കാൻ കഴിയില്ല. അപ്പം അതൊക്കെ ഇങ്ങനെ വരുന്ന പോലെ, ദൈവാനുഗ്രഹം പോലെ. എന്ത് തന്നെയായാലും ഈ നാടിനോടൊപ്പം ഏവൺ വാർത്താ ചാനലും ആശംസകൾ നേരുകയാണ്. ഒരുപാട് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.